അസ്സലാമു അലൈക്കും. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ആയഞ്ചേരി റിലീഫ് വിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആയഞ്ചേരി ടൗണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് 24 മണിക്കൂറും വെളിപ്പാട് അകലെയായിട്ടുള്ള ഒരു ആംബുലൻസ് ആവശ്യമാണെന്ന് പല ഘട്ടങ്ങളിൽ പല പ്രയാസങ്ങൾ വന്നപ്പോൾ നേരിട്ട് അനുഭവിക്കുകയും ആയഞ്ചേരിയിലെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യങ്ങളായ ആളുകളൊക്കെ ആ ഒരു വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുകയും നമുക്ക് സ്വന്തമായ ആയഞ്ചേരിയിൽ 24 മണിക്കൂറും ഉണ്ടാകുന്ന ഒരു ആംബുലൻസ് വേണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്യുകയും അത്തരമൊരു സേവന പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ആയഞ്ചേരി റിലീഫിംഗ് ഈ ഒരു മഹത്തായ സംരംഭം ഏറ്റെടുക്കുന്നത്. ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ആയഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സർവ്വവിധ ആളുകളുടെയും അകമഴിഞ്ഞ സഹായവും പിന്തുണയും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഈ ആംബുലൻസ് ആയഞ്ചേരി ടൗണിൽ തന്നെ ഏത് സമയത്തും ആർക്ക് വിളിച്ചാലും കിട്ടുന്ന രൂപത്തിൽ 24 മണിക്കൂറും ഡ്രൈവറോടുകൂടി എവിടേക്കും പോകാൻ പറ്റുന്ന രൂപത്തിൽ ഓക്സിജൻ സിലിണ്ടറും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫ്രീസർ സൗകര്യം വരെ ഒരുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആംബുലൻസ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ആയഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആംബുലൻസ് ഉണ്ടാവുക എന്ന സന്തോഷകരമായ ഏവരുടെയും ആഗ്രഹമായ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു നിമിഷമാണിത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന് ഞങ്ങളെ ഈ ഒരു മേഖലയിലേക്ക് ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ്. ആയഞ്ചേരി റിലീഫിംഗ് 2 പതിറ്റാണ്ടോളമായി ആയഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് സേവന മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നിശബ്ദമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന, അതേപോലെ തന്നെ കുറേ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ട ഒരു പദ്ധതിയാണ് ആംബുലൻസ് പദ്ധതി. ആ ഒരു പദ്ധതി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നാലോചിച്ചപ്പോൾ ആയഞ്ചേരിയിലുള്ള സർവ്വവിധ ആളുകളും നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് തന്ന ആ ഒരു പിന്തുണയാണ് ഇതിന് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സഹായമായത്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട്, ആംബുലൻസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബഹുമാന്യനായ MPയെയും MLAയെയും മറ്റ് മുതിർന്ന നേതാക്കന്മാരെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടിക്ക് നേരത്തെ തന്നെ എത്തിച്ചേരാമെന്നും അതിനുള്ള എല്ലാവിധ പിന്തുണയും അറിയിച്ചപ്പോൾ ഈ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയായി. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ വടകരയുടെ MP ഷാഫി പറമ്പിൽ അവർകളാണ്. കുറ്റ്യാടിയിലുള്ള ഒരു പരിപാടി പങ്കെടുത്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അതോടൊപ്പം തന്നെ ആയഞ്ചേരിക്ക് അഭിമാനമായിട്ടുള്ള ഹോപ്പ് ബ്ലഡ് ഡൊണേഴ്സ് ഫോറം എന്ന കേരളത്തിനകത്തും പുറത്തും നിർബന്ധ ഘട്ടങ്ങളിൽ, ആവശ്യഘട്ടങ്ങളിൽ ഒരുപാട് പേർക്ക് ഉപകാരമായി മാറിയ നാസർ മാഷിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഹോപ്പിൻ്റെ പ്രവർത്തനം അത് എടുത്തു പറയേണ്ടതാണ്. അതിന് നേതൃത്വം നൽകുന്നത് ആയഞ്ചേരിക്കാരനായ നാസർ മാഷാണ്. അദ്ദേഹത്തെയും ഈ വേദിയിൽ വെച്ച് നമ്മുടെ MP ആദരിക്കുകയാണ്. അതോടൊപ്പം ഈ ചടങ്ങിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ആയ ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആയഞ്ചേരിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിലീഫിങ്ങിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനങ്ങൾക്കൊരു കേന്ദ്രമായി മെഡിക്കൽ ഉപകരണങ്ങളുടെ കേന്ദ്രം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ കുറ്റ്യാടിയുടെ പ്രിയങ്കരനായ MLA ശ്രീ KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ അവർകളാണ് ഈ
മെഡിക്കൽ ഉപകരണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട MLA KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടിലുമുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്ന ഒരു പദ്ധതിക്ക് കൂടി ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. മെഡിക്കെയർ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ മുൻ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള അവറുകളാണ്. അദ്ദേഹത്തെയും ബഹുമാനാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റിലും നാം അറിയാതെ ഒരുപാട് ആളുകളെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് പല ഘട്ടത്തിൽ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്ക് ഈ വേദിയിൽ വെച്ച് തുടക്കം കുറിക്കുകയാണ്. വി ഹെൽപ്പ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ N. അബ്ദുൽ ഹമീദ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ബഹുമാനാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന ബഹുമാന്യനായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കുഞ്ഞിരാമൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി PM ലതിക, വാർഡ് മെമ്പർ നജ്മുന്നിസ, ആയഞ്ചേരി മുസ്ലിം യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ജമാൽ മാസ്റ്റർ എടവന, ISMൻ്റെ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈലാഫ് എന്ന വളണ്ടിയർ വിങ്ങിൻ്റെ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ കൂടിയായ ശ്രീ ഷാനവാസ് പൂനൂർ, അതേപോലെ KNMൻ്റെ വടകര മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഫൈസൽ മാസ്റ്റർ തുടങ്ങിയവരെയും ഈ വേദിയിലേക്ക് ബഹുമാനാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് പ്രൗഢമാക്കുന്ന ബഹുമാന്യരായ നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള സാഹിബ്, കണ്ണോത്ത് ദാമോദരൻ, സോമൻ K, കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, TV ഭരതൻ മാസ്റ്റർ, CV കുഞ്ഞിരാമൻ മാസ്റ്റർ, CH ഹമീദ് മാസ്റ്റർ, M ഇബ്രാഹിം മാസ്റ്റർ, കുനിയിൽ മോഹനൻ, TV അഹമ്മദ് ഹാജി, O മുത്തുതങ്ങൾ, റസാഖ് മാസ്റ്റർ, മൻസൂർ എടവലത്ത്, ബാബു ആമേരി, അനിൽ ആയഞ്ചേരി, മൊയ്തീൻ നന്തോത്ത്, KV അബൂബക്കർ ഹാജി തുടങ്ങിയവരെയും ഈ വേദിയിലേക്ക് ബഹുമാനാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ പ്രൗഢമായ ആയഞ്ചേരിയുടെ അഭിമാനകരമായ ഒരു നിമിഷത്തിന്, ഒരു മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആളുകളെയും, സഹോദരന്മാരെയും എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് ബഹുമാനാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും ഈ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ബഹുമാന്യനായ ചെയർമാൻ കൂടിയായിട്ടുള്ള PP അബ്ദുറഹിമാൻ മാസ്റ്ററാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കാൻ, അതിനെ മാർഗദീപം തന്നുകൊണ്ട് ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ പ്രവർത്തനവുമായി ഞങ്ങൾ ആരംഭിച്ച ഘട്ടം മുതൽ, ആലോചനാ ഘട്ടം മുതൽ എല്ലാ പിന്തുണയും, പ്രായത്തിൻ്റെ അവശതകളും എല്ലാം മറന്നുകൊണ്ട് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഓരോ സമയത്തും വിളിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുന്ന ബഹുമാന്യനായ PP അബ്ദുറഹിമാൻ മാസ്റ്ററാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തെയും ബഹുമാനാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് PP അബ്ദുറഹിമാൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നു ഞങ്ങളുടെ ട്രസ്റ്റ് ചെയർമാൻ PP അബ്ദുറഹിമാൻ മാസ്റ്റർ. വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജഗന്നേന്ദാവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളെല്ലാവരുടെയും മേലുണ്ടാവട്ടെ. ഈ വലിയ പദ്ധതി നടപ്പാക്കാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയ സർവശക്തനായ രക്ഷിതാവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മഹൽ വ്യക്തികളെയും മറ്റ് പ്രാസംഗികന്മാരെയും സ്നേഹപൂർവ്വം ഞാൻ സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ നൽകി ആദരിക്കുകയാണ്. അടുത്തു തന്നെ സമയദൗർലഭ്യം കാരണത്താൽ താമസിയാതെ പരിപാടികൾ നടത്താൻ വേണ്ടി ഏർപ്പാടുകൾ ചെയ്യുന്നു. എൻ്റെ കടമ ഒരു ആമുഖം, ഒരു റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. 2004 തുടങ്ങിയ, ചെറിയ തോതിൽ തുടങ്ങിയ ഒരു കൂട്ടായ്മ പരിശുദ്ധ റമദാൻ മാസത്തിൽ 2004
ISMൻ്റെ സംസ്ഥാന സമിതി നൽകിയ പാവപ്പെട്ട കുറച്ച് ആളുകൾക്ക് സഹായം നൽകാൻ വേണ്ടിയുള്ള സംഖ്യ ആയഞ്ചേരിയിലെ ഒരു പറ്റം ചെറുപ്പക്കാർ കുറച്ച് ആളുകൾക്കത് ഭക്ഷണ സാധനങ്ങളായി നൽകുന്നു. അടുത്ത വർഷവും അതുപോലെ ലഭിച്ചു. കുറച്ചുകൂടി അധികം ആളുകൾക്ക് നൽകുന്നു. പിന്നീട് വർഷാവർഷവും അതിൻ്റെ ഗുണഭോക്താക്കൾ വർദ്ധിച്ചു വരുന്നു. അതാണ് ആയഞ്ചേരി റിലീഫിംഗ് എന്ന ഈ ഒരു നന്മയിൽ ഒന്നിച്ചു ചേരുന്ന സ്വാർത്ഥവാഹക സംഘത്തിൻ്റെ തുടക്കം. ആയഞ്ചേരി റിലീഫിംഗ് പിന്നെയും വെറുതെ ഇരുന്നില്ല. ഓരോ വർഷവും പല ഘട്ടങ്ങളിലായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ മരുന്നുകൾ, ചികിത്സാ സഹായങ്ങൾ എന്നിവ നൽകിക്കൊണ്ടിരുന്നു. ആളുകളുടെ സഹായവും അതിന് ലഭിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ആയഞ്ചേരി റിലീഫിങ്ങിൻ്റെ പ്രവർത്തകർ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു. പ്രചരണ കോലാഹലങ്ങളിലോ പത്രത്താളുകളിലോ സോഷ്യൽ മീഡിയയിലോ പരസ്യങ്ങളിലോ ഉച്ചഭാഷിണികളിലോ ഒരിക്കലും ആയഞ്ചേരി റിലീഫിങ്ങിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങൾ തീരുമാനമെടുത്തു, ആളുകൾക്ക് ആവുന്നത് നൽകണം. ഇരുചെവി അറിയാതെ ഈ ഒരു പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾ തുടർന്നു വരുന്നു. പിന്നീട് പല കാലഘട്ടങ്ങളിലൂടെ ഇത് നമ്മുടെ നാട് കടന്നുപോയി. ഗൾഫിലെ സാമ്പത്തിക മാന്ദ്യം അത് നാട്ടിലും അനുഭവിച്ചു. കോവിഡ് വന്നു, നിപ്പ വന്നു. എല്ലായ്പ്പോഴും നിശബ്ദമായി പേരറിയാതെ പല വീടുകളിലും പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളിൽ ആയഞ്ചേരി റിലീഫിങ്ങിൻ്റെ കയ്യൊപ്പുകളുണ്ടായി, സാന്നിധ്യമുണ്ടായി, സഹായങ്ങളുണ്ടായി. പിന്നീടാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. പ്രയാസപ്പെടുന്ന രോഗികൾ ഞങ്ങളെ സമീപിച്ച് പറഞ്ഞു, മെഡിക്കൽ കോട്ട് വേണം, വാട്ടർ ബെഡ് വേണം, വീൽ ചെയർ വേണം. ഓരോന്നോരോന്നായി സഹായങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ചെയ്തു വന്നു. ആളുകൾ ഇങ്ങനെ സഹായിക്കുകയും ചെയ്തു. അതിനുള്ള സാമ്പത്തിക സഹായം അത് വളർന്നു വന്ന് ഇപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ വരെ നൽകാനുള്ള സംവിധാനത്തിലേക്ക് വന്നു. ഇത്രയും ഉപകരണങ്ങൾ കുറേ വർദ്ധിച്ചപ്പോൾ ഇത് സ്റ്റോക്ക് ചെയ്യാനും നൽകാനും ഒരു സംവിധാനം വേണമല്ലോ എന്ന് ആലോചിച്ചു. അതിന് ഒരു പ്രത്യേക മുറി തന്നെ ആയഞ്ചേരി പരിസരത്ത് തന്നെ താമസിക്കുന്ന കുട്ടമ്പറമ്പത്ത് മൊയ്തു സാഹിബ് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന ഒരു മുറി തന്നെ സൗജന്യമായിക്കൊണ്ട് ആയഞ്ചേരി റിലീഫിങ്ങിൻ്റെ മെഡിക്കൽ എക്യുപ്മെൻറ്റുകൾ സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നൽകി. അവിടെയും തീർന്നില്ല. കിടപ്പ് രോഗികൾക്ക് പലപ്പോഴും ആയഞ്ചേരി പരിസരത്ത് മാത്രമുള്ള കിടപ്പ് രോഗികൾക്ക് പലപ്പോഴും മരുന്നിൻ്റെ ആവശ്യം വന്നു. അതിൻ്റെ ഒരു മെഡിക്കെയർ എന്ന രീതിയിൽ ഒരു സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തി. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഇവിടെയുണ്ട്. ആയഞ്ചേരി പ്രദേശത്ത് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ, കിടപ്പിലായ രോഗികൾക്ക് ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്ത പല ഘട്ടങ്ങളിലും ഉണ്ടായി. ഞങ്ങൾ മെഡിക്കെയർ പോലെ തന്നെ വി ഹെൽപ്പ് എന്ന രീതിയിൽ ഒരു പദ്ധതി നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമുണ്ട്. പിന്നീടാണ് ശ്രദ്ധയിൽപ്പെട്ടത്, ഇത്രയും വലിയ പട്ടണമായി വളർന്നെങ്കിലും ആയഞ്ചേരി പ്രദേശത്ത് അത്യാവശ്യ ഘട്ടത്തിൽ രോഗികളെ ആയഞ്ചേരിയിൽ നിന്ന് വടകരയോ കോഴിക്കോടോ ഒക്കെ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു സംവിധാനമില്ല എന്നത് ഒരുപാട് കാലത്തെ ചർച്ച നടന്നു. ഒരുപാട് കൂട്ടായ്മകൾ ഇതിനു വേണ്ടിയുള്ള ആലോചനകൾ നടന്നു. പക്ഷേ അത് റിലീഫിങ് ഏറ്റെടുത്തു. കാരണം കഴിഞ്ഞ 20 വർഷത്തെ പ്രവർത്തന പരിചയം. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരായ ആളുകൾ റിലീഫിങ്ങിനെ അകമഴിഞ്ഞ് സഹായിച്ചു. അങ്ങനെ 21.5 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യമായ സർവ്വസജ്ജമായ ഓക്സിജൻ സൗകര്യമുള്ള, ഫ്രീസർ സൗകര്യമുള്ള, ഓക്സിജൻ കോൺസെൻട്രേറ്റർ വെക്കാനാവുന്ന, അടിയന്തര ഘട്ടങ്ങളിൽ ഒരു രോഗിയെ സുരക്ഷിതമായി എവിടെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം ഇവിടെ യാഥാർത്ഥ്യമായി. എല്ലാവരോടും നന്ദിയുണ്ട്. ഈ ഒരു പ്രവർത്തനത്തിന് ഞങ്ങളോട് സഹകരിച്ചൊരു കൂട്ടായ്മയുണ്ട്. വയനാട്ടിലെ ദുരിതബാധിത മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ച, സ്വയം സേവകരായി പ്രവർത്തകരായി രംഗത്ത് വന്ന സംസ്ഥാനത്തിന് അങ്ങോളം ഇങ്ങോളുള്ള ഈലാഫ് എന്ന വളണ്ടിയർ ടീം കൂടി സഹകരിച്ചാണ് ഈ ഒരു പ്രവർത്തനം ഞങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ മനസ്സിലാക്കി, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ സഹായങ്ങളും അംഗീകാരവും വേണമെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് രൂപീകരിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി. കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം. ഞങ്ങൾക്ക് എൻ്റെ റിപ്പോർട്ടിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും തന്ന പിന്തുണയ്ക്ക്, എല്ലാവരും തന്ന സഹായത്തിന് ഒരുപാട് ആളുകൾ, സാമ്പത്തിക സഹായങ്ങൾ, നിർദ്ദേശങ്ങൾ, പിന്തുണകൾ. ഈ ഒരു വാഹനം
പ്രതീകാത്മകമാണ്. ഇത് ഈ നാടിനായി നമ്മൾ സമർപ്പിക്കുകയാണ്. ഈ ഒരു മണിക്കൂറിൻ്റെ ചടങ്ങ് കഴിയുമ്പോൾ നിങ്ങളുടേതാണിത്. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്. ഒരുപാട് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ചെലവുകൾ വരും. അതിൻ്റെ ഓടുന്നതിൽ കൂടി തന്നെ കണ്ടെത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം വേണം. നമുക്കിനിയും ഒരുപാട് നാടിന് വേണ്ടി ചെയ്യാനുണ്ട്. എൻ്റെ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അഭിവാദ്യങ്ങൾ. മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. തീക്കുനി റോഡിൽ കളയംകുളത്ത് KP മൊയ്തൂക്കിയുടെ വീടിനോട് ചേർന്ന് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ എക്യുപ്മെന്റ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം ഈ വേദിയിൽ ബഹുമാന്യനായ കുറ്റ്യാടി MLA KP കുഞ്ഞമ്മദ് മാസ്റ്റർ നിർവഹിക്കുകയാണ്. വളരെ ആഹ്ലാദകരമായൊരു നിമിഷമാണിത്. ആയഞ്ചേരി റിലീഫ് വിങ്, കരുണ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നുകൊണ്ട് ഒരു ആംബുലൻസ് സർവീസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആയഞ്ചേരി ടൗണിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. എല്ലാ മേഖലകളിലും പെട്ട ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ മാതൃകാ പ്രവർത്തനം ഏറ്റെടുത്ത ഇവിടുത്തെ റിലീഫ് കമ്മിറ്റി ഭാരവാഹികളെയും ചാരിറ്റബിൾ ട്രസ്റ്റിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നല്ല രൂപത്തിൽ ജനങ്ങൾക്കെല്ലാം ഇത് പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു. കേരളം പല രംഗത്തും രാജ്യത്തിനാകെ മാതൃകയാണ്. ആരോഗ്യരംഗത്തും ഏറ്റവും മുന്നേറ്റം സൃഷ്ടിച്ച ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇന്ത്യക്കാർ ജീവിക്കുന്നതിനേക്കാൾ 10 വർഷം കൂടുതൽ ജീവിക്കാനുള്ള അർഹത നേടിയ ഒരു ജനതയായി മലയാളികൾ മാറിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല, ഈ മലയാളക്കരയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് മാത്രം 10 വർഷം കൂടുതൽ ജീവിക്കുക ഇതൊരു വലിയ അനുഗ്രഹമാണ്. അതിന് ആയുർദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി നമ്മുടെ കേരളം അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുകയാണ്. ആയുർദൈർഘ്യം കൂടുതലാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. വയോജനങ്ങളുടെ എണ്ണം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു. സമീപകാലത്ത് ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഏതാനും വർഷം കഴിഞ്ഞാൽ യുവാക്കളെക്കാൾ കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമായി, വയോജന ഭൂരിപക്ഷ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറും എന്നാണ് സ്ഥിതിവിവരക്കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അതിനർത്ഥം വയോജനങ്ങളായി മാറുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും. വാർദ്ധക്യ സഹജമായ രോഗമുണ്ടാകും. കേരളത്തിലാണെങ്കിൽ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്ന മാറാവ്യാധികൾ, കിഡ്നി രോഗമുണ്ട്, കരൾ രോഗമുണ്ട്, ക്യാൻസറുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങൾ, അപകടങ്ങളിൽപ്പെട്ട് കിടപ്പിലായവരുണ്ട്. വാഹനാപകടങ്ങളിലും മരങ്ങളിൽ നിന്ന് വീണും അപകടങ്ങൾ പറ്റി നട്ടെല്ല് തകർന്ന് കിടക്കുന്നവരുണ്ട്. ഇങ്ങനെ അവശരായി കിടക്കുന്നവരുടെ എണ്ണവും വളരെ കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷം നാം കാണുകയാണ്. അതുകൊണ്ട് മുമ്പെന്നത്തെക്കാളും കൂടുതൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനത്തിന് ഏറ്റവും മുൻഗണന നൽകേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്ന് കാണാം. 2008 ഇന്ത്യ രാജ്യത്ത് ആദ്യമായി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് നയം പ്രഖ്യാപിച്ചത്. നയം പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിന് അനുബന്ധമായ ചില പ്രവർത്തനങ്ങളും ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തിൽ 5% വയോജനങ്ങൾക്ക് വേണ്ടിയും പെയിൻ ആൻഡ് പാലിയേറ്റീവിന് വേണ്ടിയും നിർബന്ധമായും ചെലവഴിച്ചിരിക്കണമെന്ന നിബന്ധനയും വെച്ചു. അതോടൊപ്പം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, താലൂക്ക് ആസ്പത്രികൾ, ജില്ലാ ആസ്പത്രികൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് ഒരു ഡോക്ടറും നഴ്സും അനുബന്ധ സ്റ്റാഫും നിർബന്ധമായി ഉണ്ടായിരിക്കണം എന്നും തീരുമാനിച്ചു. ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിലവിലുള്ളതാണ്. പക്ഷേ കിടപ്പ് രോഗികളുടെ എണ്ണവും അവശതി അനുഭവിക്കുന്നവരുടെ എണ്ണവും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ഈ സംവിധാനം കൊണ്ട് മാത്രം നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ജില്ലയിലും എല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തുകൾ ഈ പ്രവർത്തനം കാര്യക്ഷമമായ രൂപത്തിൽ തന്നെ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും മതിയാവില്ല. അതുകൊണ്ട് നമ്മുടെ ജില്ലയിലെ അനുഭവം തന്നെ പരിശോധിച്ചാൽ അറിയാൻ കഴിയും, വിവിധ മേഖലകളിൽ, വിവിധ പ്രദേശങ്ങളിൽ, വിവിധ സംഘടനകളുടെ കീഴിൽ
പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം വ്യാപകമായ രൂപത്തിൽ നടത്തി വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. വരാൻ പോകുന്ന ദിനങ്ങളിലും ആ പ്രവർത്തനം നമ്മൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ ആയഞ്ചേരി റിലീഫ് വിങ് നിശബ്ദമായി കഴിഞ്ഞ 10 വർഷത്തിലധികമായി നടത്തി വരുന്നത്, 10-20 വർഷക്കാലത്തിലധികമായി നടത്തി വരുന്നത് എന്നത് അങ്ങേയറ്റം സന്തോഷകരമാണ്. ഒരു കാര്യം കൂടി റിലീഫ് വിങ് പ്രവർത്തകന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കിടപ്പ് രോഗികളെ പരിചരിക്കലാണ്. അതാണ് അടിസ്ഥാനപരമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം. അതുകൊണ്ട് പരിശീലനം സിദ്ധിച്ച വളണ്ടിയർമാരെ സൃഷ്ടിച്ചുകൊണ്ട് കിടപ്പ് രോഗികളെ കൃത്യമായും പരിചരിക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആയഞ്ചേരി പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയേറെ പ്രയോജനപ്രദമായിരിക്കും. അക്കാര്യങ്ങൾ കൂടി പ്രത്യേകം പരിശോധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കിടപ്പ് രോഗികൾക്കുള്ള മരുന്ന് വിതരണ പദ്ധതിയായ മെഡിക്കെയറിൻ്റെ ഉദ്ഘാടനം മുൻ MLA പാറക്കൽ അബ്ദുള്ള സാഹിബ് നിർവഹിക്കുകയാണ്. വളരെ ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ഷമീം കൊയിലോ, തയ്യിൽ ഇബ്രാഹിക്ക എന്നിവരെയും ഈ വേദിയിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ആയഞ്ചേരി റിലീഫ് വിങ് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസിൻ്റെ സമർപ്പണം ഏതാനും സമയങ്ങൾക്കകം നമ്മുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ ഇവിടെ നിർവഹിക്കും. അദ്ദേഹം കുറ്റ്യാടിയിലൊരു പരിപാടിയിൽ സംബന്ധിക്കുകയാണ്. വളരെ ആംബുലൻസിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ആവശ്യകത എന്ത് എന്ന് ഇന്ന് ആരോടും വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വയനാട് നമ്മുടെ മനസ്സിലൊരു നൊമ്പരമായി കുറച്ച് ദിവസങ്ങളായി വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ എല്ലാം മറന്നുകൊണ്ട് അവരുടെ കൈപിടിക്കാൻ, അവരെ ചേർത്ത് നിർത്താൻ, അവർക്കാവശ്യമായത് എന്താണോ അതൊക്കെ നൽകാൻ കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കപ്പുറത്ത് നമ്മളൊക്കെ എല്ലാം മറന്ന് ഒരുമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വയനാട്ടിൽ കാണുന്നത്. അപ്പോൾ കൂട്ടായ്മയുടെ ഗുണമെന്ത്, അത് സമൂഹത്തിലുണ്ടാക്കുന്ന പരിവർത്തനമെന്ത് എന്നൊന്നും പ്രസംഗിക്കാതെ തന്നെ ബോധ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. വിശേഷിച്ച് ആംബുലൻസ് സേവനമൊക്കെ ആയഞ്ചേരി എന്ന് പറയുമ്പോൾ എന്നും വളരെ സജീവമായി എല്ലാ റിലീഫ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന, നേതൃപരമായ പങ്ക് വഹിക്കുന്നൊരു പ്രദേശമാണ് ആയഞ്ചേരി. ആയഞ്ചേരിയിൽ ഏത് കാര്യത്തിനും ഒരു സംഘാടകൻ എന്ന നിലയിൽ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടി പുറപ്പെട്ടാലും അതിന് ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ട് വിജയിപ്പിക്കുന്ന ഒരു ചരിത്രം ആയഞ്ചേരിക്കുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പാലിയേറ്റീവിനെ കുറിച്ചൊക്കെ. ഞാനതൊന്നും ദീർഘിച്ച് പറയുന്നില്ല. പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പതിറ്റാണ്ടുകളായി തുടങ്ങി വന്നതാണ്. അതിന്നും ഇന്നലെയും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വന്ന് തുടങ്ങിയതൊന്നുമല്ല. ഞാനിപ്പോൾ 2007 എൻ്റെ നാട്ടിൽ പാലിയേറ്റീവ് ആരംഭിച്ചിട്ടുണ്ട്. അതൊരു ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെ ആവശ്യപ്രകാരമല്ല, ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. എവിടെയാണോ ആവശ്യം അവിടെ അതിനുള്ള പ്രവർത്തനങ്ങൾ, മരുന്ന് മാത്രമല്ല, അവരുടെ ചികിത്സ മാത്രമല്ല, നഴ്സുമാർ പോകുന്നു. ആഴ്ചയിൽ ഏത് വീട്ടിലാണ് ഡോക്ടർ ആവശ്യം അവിടെ ഡോക്ടർ പോകുന്നു. അങ്ങനെ തുടങ്ങി മരുന്ന്, ആർക്കാണ് മരുന്ന് ആവശ്യം അവിടെ മരുന്നെത്തിക്കുന്നു. രാത്രികാലത്ത് ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കഫമെടുക്കാൻ വേണ്ടിയ രോഗി ബുദ്ധിമുട്ടുമ്പോൾ കഫമെടുക്കാൻ, അല്ലെങ്കിൽ യൂറിൻ കത്രീറ്റർ മാറ്റാൻ, അല്ലെങ്കിൽ മൂക്കിൽ നമ്മുടെ ട്യൂബ് മാറ്റിയിടാൻ, അങ്ങനെ തുടങ്ങി ഇതൊക്കെ സേവന പ്രവർത്തനം. ഒരു രോഗിയുടെ നഖം വെട്ടുന്നത് മുതൽ, ഷേവ് ചെയ്ത് കൊടുക്കുന്നത് മുതൽ,
അങ്ങനെ തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ അതിന് സന്നദ്ധ സംഘമായി ഒന്നും ആശിക്കാതെ ഭൗതികമായ യാതൊരു താല്പര്യവുമില്ലാതെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതാണ് ഒരു ആപ്തവാക്യം. അത് മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വലിയ കാഴ്ച നമ്മൾ പതിറ്റാണ്ടുകളായി കാണുകയാണ്. ആ രംഗത്തൊക്കെ വലിയ ഇപ്പോൾ ഇവിടെ മെഡി ചാലഞ്ച് ഉണ്ട്. ഇപ്പോൾ മരുന്നാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു ജലദോഷം വന്നാൽ സാധാരണക്കാരൻ മരുന്നിന് ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ഒരു 1000 രൂപയുടെ മരുന്നെങ്കിലും മിനിമം വേണം. അതൊരു വലിയ പ്രശ്നമായി നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് മരുന്നിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനൊക്കെ സഹായകരമാകുന്ന ഏർപ്പാട് അതിപ്പോൾ പല സംവിധാനങ്ങൾ വഴിയും അത് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ CS സെൻ്ററൊക്കെ വളരെ കൃത്യമായി, അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടെ മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതൊന്നും 4 വോട്ട് കിട്ടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ, അതൊന്നും അല്ല ഇതിൻ്റെ ലക്ഷ്യം. ഞാൻ പറഞ്ഞ ഏക ലക്ഷ്യം എന്താ? ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും വളരെ നന്നായി നടക്കുന്നു. തീർച്ചയായും ആയഞ്ചേരിയിൽ ഈ കാര്യങ്ങൾ, ഇതിൽ വേറെ ഒരു കാര്യമുണ്ട്. നമ്മൾ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ അതിന് ട്രെയിൻ ചെയ്ത് വരികയൊക്കെ ചെയ്യണം. സ്വന്തം വീട്ടിൽ ഇപ്പോൾ സേവനം മാത്രമല്ല, എൻ്റെ വീട്ടിലൊരു കിടപ്പ് രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയെ ചികിത്സിക്കാൻ പുറത്തുനിന്ന് ആളെ ഞാൻ കൂട്ടേണ്ടി വരില്ല. ഇതൊരു ട്രെയിൻ ചെയ്താൽ അവരുടെ വസ്ത്രം മാറാനും ബെഡ്ഷീറ്റ് മാറ്റാനും അവരെ പിന്നെ കുളിപ്പിച്ച് കൊടുക്കാനും അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്യാൻ നമുക്ക് തന്നെ സാധിക്കും. അതൊന്ന് ട്രെയിൻ ചെയ്ത് അതൊന്ന് നമ്മൾ ഒരു 2-3 ദിവസം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പഠനത്തിനൊന്ന് അത് ഇപ്പോൾ ചെയ്യുന്നുണ്ട് നാട്ടിൽ. അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്താൽ സമൂഹത്തിനും നാട്ടിനും സ്വന്തം വീട്ടിലും നമുക്ക് വലിയ ഉപകാരമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ സംവിധാനം നേതൃത്വം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ദീർഘിച്ച് ഞാൻ പ്രസംഗിക്കുന്നില്ല. ആദരണീയനായ KNMൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കാതോർത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തടസ്സമാകുന്നില്ല. എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് കിടപ്പ് രോഗികൾക്കുള്ള മരുന്ന് വിതരണ പദ്ധതിയായ മെഡിക്കെയറിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയപ്പെട്ട റഫീഖ് ബരിയാലും അതോടൊപ്പം ഞങ്ങളുടെ CH കരീം ഇതിൽ പങ്കാളിയാകുന്നു. നമ്മുടെ ആയഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രദേശമാണ് ആയഞ്ചേരി. വളരെ മുമ്പ് തന്നെ രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹം മാത്രം കൈമുതലായിക്കൊണ്ട് ഇടപഴകുകയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കൈകോർക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ ആയഞ്ചേരിയിൽ മുമ്പും ഇന്നുമുള്ളത്. അതിന് യാതൊരു വൈമനസ്യവും കാണിക്കാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ പെട്ടെന്ന് കൈകോർത്ത് ആ പ്രശ്നം പരിഹരിക്കുന്ന ഒരു പ്രദേശമാണ്. അത് വളരെ മാതൃകാപരവും ശ്ലാഘനീയവുമായ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിടപ്പ് രോഗികൾ പാലിയേറ്റീവ് പ്രവർത്തനം പരസ്യമില്ലാതെ വളരെ ശക്തമായ നിലയിൽ ആയഞ്ചേരി മാത്രമല്ല ആയഞ്ചേരി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. അത് സ്ത്രീകളുള്ളിടത്തിൽ സ്ത്രീകളും പുരുഷന്മാർ വേണ്ടതിടത്തിൽ പുരുഷന്മാരും എല്ലാ രംഗത്തും ഭക്ഷണമോ അല്ലെങ്കിൽ മരുന്നോ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കുകയോ ചെയ്യാൻ വേണ്ടി എല്ലാ സ്ഥലത്തും ഓടിയെത്തുന്ന ഒരു പ്രദേശമാണ് ഈ ഇവിടെ സംഘടിപ്പിച്ച ഈ റിലീഫ് വിങ്. കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഈ ആംബുലൻസ് ബഹുമാനപ്പെട്ട MP ഉദ്ഘാടനം ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ പാലിയേറ്റീവിൻ്റെ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വടകര സ്റ്റാൻഡ് ബാങ്കിൽ കിടപ്പ് രോഗികളായ പുറം ലോകം കാണാത്ത ആളുകളെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 ദിവസം അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ച്
അവർക്ക് എല്ലാവിധ സന്തോഷങ്ങളും അതുപോലെ കായിക പരിപാടികൾ കാണിച്ചുകൊണ്ട് അവർക്ക് 2 ദിവസം ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനും ഈ പഞ്ചായത്തിലെ ഈ ആയഞ്ചേരിയിലെ എല്ലാ ചാരിറ്റബിൾ പ്രവർത്തകരും എല്ലാവരും അങ്ങേയറ്റം സഹായം ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായാലും ശാരീരികമായാലും അവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ അടുത്ത വർഷവും നിങ്ങൾ സഹായിക്കണം. നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അങ്ങനെയുള്ള കടുപ്പ് രോഗികളെ പുറത്തുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവർക്ക് ഒരു സന്തോഷം പകരുവാൻ വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. ഇതിൻ്റെ സംഘാടകരെയും ഇത് സംവിധാനം ചെയ്ത കരുണാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും എല്ലാ പ്രവർത്തകന്മാരെയും അശ്രാന്ത പരിശ്രമം ചെയ്ത എല്ലാവരെയും നാട്ടുകാരെയും ഇതിന് സഹായിച്ച എല്ലാവരെയും ആയഞ്ചേരി പഞ്ചായത്തിൻ്റെ പേരിൽ ഞാനൊരു 1000 അഭിവാദ്യങ്ങൾ അവർക്ക് അറിയിക്കുകയും അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. ഇത് വളരെ മനോഹരമായ ഒരു ചടങ്ങാണ്. ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണത്. എനിക്കിതിലുള്ള സന്തോഷം ഇവിടെ ഈലാഫ് എന്ന പേരിൽ ISMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇതിന് എല്ലാവിധ സേവനങ്ങളും ചെയ്തുകൊണ്ട് മുമ്പിലുണ്ട് എന്നതാണ്. കേരളത്തിലെ നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രദേശമാണ് ആയഞ്ചേരി പ്രദേശം. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഒരു ടച്ച് നമുക്ക് കാണുവാനും സാധിക്കും. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഏറ്റവും അധികം കേട്ടിരുന്ന ഒരു നാമമാണ് KKM ജമാലുദ്ദീൻ മൗലവി സാഹിബിൻ്റെ. അദ്ദേഹത്തിൻ്റെ കൃതികളും പ്രഭാഷണങ്ങളും രചനകളുമൊക്കെ കേരളത്തെ ഇളക്കിമറിക്കുകയും വലിയൊരു നവോത്ഥാനം സാധിക്കുന്നതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരുപാട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇനി ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നു. ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരുമാണ്. ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്, വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന്. ആദ്യത്തെ മനുഷ്യനാണ് ആദം. ആ ആദമിൻ്റെ മക്കളാണ് ലോകത്തുള്ള എല്ലാ ആളുകളും, ഇനി വരാനുള്ള ആളുകളും. അവരിൽ കറുത്തവരും വെളുത്തവരുമുണ്ട്, അറബികളും അനറബികളുമുണ്ട്, ഇന്ത്യക്കാരും ചൈനക്കാരുമുണ്ട്. പല ദേശങ്ങളിലും ജീവിക്കുന്ന പല സംസ്കാരങ്ങളിലും പല മതങ്ങളിലും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളുമുണ്ട്. ഇവരെയെല്ലാം ദൈവം ആദരിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു അംഗീകാരവും ആദരവും എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വാചകമുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന്. റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം എന്നാണ്. ആ ദൈവത്തിന് നമ്മൾ എല്ലാ സ്തുതികളും അർപ്പിക്കുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ ദൈവത്തിന് വർഗീയതയില്ല, ദൈവത്തിന് യാതൊരു വിഭാഗീയതയുമില്ല. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനുള്ള ആഹ്വാനമാണ് ദൈവം നൽകിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആ നിലയിൽ ഇതൊരു വലിയ സംരംഭമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലക്ക് നമ്മളെല്ലാം ഇതിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമുക്കിന്ന് ഈ സംരംഭം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന സമയത്ത് ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം, നാം ഭൗതികമായ യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഒരു വലിയ പ്രവർത്തനമാണിത് എന്നതാണ്. ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും നൽകുക എന്നത് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ മതപരമായ ഒരു ബാധ്യതയും കൂടിയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട MP ഷാഫി പറമ്പിൽ അവർ എത്തിക്കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമായി മാറി ഇന്നത്തെ പരിപാടി എന്നത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ, പെയിൻ പാലിറ്റീവ് പ്രവർത്തനങ്ങൾ, ആംബുലൻസ് സർവീസ്, രോഗികൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കൽ, ഇതൊക്കെ തന്നെ നമ്മുടെ
ബാധ്യതയാണ് എന്നുള്ളത് നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എവിടെ നിന്ന് പണം ലഭിക്കും എന്ന് ചോദിക്കും. സർക്കാരിന് കുറേ പദ്ധതികളും ഫണ്ടുകളുമുണ്ട്, അത് അതിൻ്റെ ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കും. എന്നാലും പോരാ എന്നതുകൊണ്ടാണ് അത്യാവശ്യം വരുമ്പോൾ സർക്കാർ പോലും ജനങ്ങളോട് പണം ആവശ്യപ്പെടുന്നത്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മൾ കണ്ടു, മുമ്പും ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടു. പണം വേണം എന്ന് സർക്കാർ ആവശ്യപ്പെടുന്നു, ജനങ്ങൾ പണം നൽകുന്നു. അതുപോലെ ജനങ്ങൾ ദാനം നൽകി സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കുന്നു. വയനാട്ടിലെ ദുരന്തമുണ്ടായ സ്ഥലത്ത് നമ്മുടെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സന്ദർശനം നടത്തിയിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ അവിടെ സേവന രംഗത്തുണ്ട്, പണം നൽകുന്നുണ്ട്, എല്ലാവിധ സഹായവും നൽകുന്നുണ്ട്. നമ്മുടെ ഈലാഫിൻ്റെ 200ഓളം വോളണ്ടിയർമാരും നമ്മുടെ ഒട്ടനവധി ആംബുലൻസുകളും അവിടെ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വിലങ്ങാട് നാളെ ഇൻഷാ അല്ലാഹ് മേപ്പയ്യൂരിലെ സലഫി സ്ഥാപനങ്ങളുടെ ഒരു സംഘം വിലങ്ങാട് സന്ദർശിക്കുന്നുണ്ട്. ഞാനും ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും നമ്മൾ അവിടേക്ക് ആവശ്യമായ പ്രോജക്റ്റുകൾ നടപ്പിലാക്കും എന്ന് അവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എവിടെ നിന്ന് പണം കിട്ടും എന്നതാണ്. അപ്പോൾ നമ്മൾ 200ഓളം പ്രോജക്റ്റുകൾ KNM ഏറ്റെടുത്തു. ഈ 200ഓളം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭവന നിർമ്മാണമുണ്ട്, അതുപോലെ വീട്ടുവാടകയുണ്ട്, കുടിവെള്ള പദ്ധതികളുണ്ട്, പിന്നെ ഫർണിച്ചറുകൾ നൽകുന്നുണ്ട്. ഇന്ന് 100 കുടുംബത്തെ താൽക്കാലികമായി പുനരധിവസിച്ചതിൻ്റെ പ്രഖ്യാപനവും വയനാട്ടിൽ വെച്ച് നടന്നു. പണം എവിടെ നിന്ന് കിട്ടും? പണം ആളുകൾ നൽകും. എങ്ങനെ നൽകുമെന്നതല്ലേ, അവനവൻ്റെ ചെലവുകൾ ചുരുക്കിക്കൊണ്ട് പണം നൽകാൻ സാധിക്കും. എന്നെ 2 ആഴ്ച മുമ്പ് ഈ സംഭവം ഉണ്ടായ ശേഷം കണ്ണൂരിലെ ഒരു സുഹൃത്ത് കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വലിയ കല്യാണമാണ്. പൊതുവെ വലിയ ആർഭാട വിവാഹങ്ങൾക്കൊന്നും ഞാൻ കഴിയുന്നതും പങ്കെടുക്കലില്ല. ഞാൻ ഇദ്ദേഹത്തെ അറിയിച്ചു, നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തിൻ്റെ ചെലവ് അല്പം കുറച്ച് വയനാടിനെ സഹായിക്കണമെന്ന്. എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേന്ന് രാവിലെ എനിക്കൊരു സന്ദേശം അയച്ചു, 15 ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള സ്ഥലം ഞാൻ നൽകാം എന്ന് പറഞ്ഞു. അദ്ദേഹം വിദേശത്തൊരു വ്യവസായിയാണ്. ആ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു വയനാടിനെ സഹായിക്കാൻ. അതിൽ 100ഓളം സഹോദരിമാർ പങ്കെടുത്തിരുന്നു, നമ്മുടെ MGMൻ്റെ സഹോദരിമാർ. 200ഓളം ആളുകളാണ് ആകെ പങ്കെടുത്തത്, പകുതി സ്ത്രീകളായിരുന്നു. ഒരു വീട് ആ മണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. 10-13 ലക്ഷം രൂപ വേണം. എവിടെ നിന്ന് ഉണ്ടാക്കും? ഞാനൊരു എളുപ്പം മെത്തേഡ് പറഞ്ഞു കൊടുത്തു. ഒരു പവൻ ആഭരണത്തിന് 50,000 റുപ്യൊക്കെ വേണം. ഒരു 1/4 പവൻ വീതം നമ്മുടെ ഒരു സഹോദരി നൽകിയാൽ ഒരു വീടല്ല 2-3 വീട് നമുക്കൊരു മണ്ഡലത്തിൽ നിന്നുണ്ടാക്കാൻ സാധിക്കും. ഇതാവട്ടെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. എന്തെങ്കിലും വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം കിട്ടുമെന്ന് വിചാരിക്കുക, അതുമില്ല. ഒരു ചത്ത പഴമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഹോദരിമാരുടെ അടുത്തുള്ള ആഭരണം. പുരുഷന്മാരെക്കാരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പണക്കാരും സ്ത്രീകളാണ്. അപ്പോൾ അവർ മുന്നോട്ട് വന്നാൽ ഈ പുരുഷന്മാർക്കൊരാശ്വാസവുമാവും എന്ന് പറഞ്ഞപ്പോൾ അവരും നൽകാൻ തയ്യാറായി. ഈ ആംബുലൻസ് എല്ലാ സൗകര്യവുമുള്ള ആംബുലൻസാണ്. എന്നോട് കോഴിക്കോട് ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഒരു രോഗിയെ സ്ട്രോക്കായി കൊണ്ട് ചെന്നപ്പോഴേ 1 മണിക്കൂർ കൊണ്ട് എത്തിച്ചാലേ രക്ഷപ്പെടുള്ളൂ. ഒരു രോഗിയെ ഹാർട്ട് അറ്റാക്കായി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 2 മണിക്കൂർ കൊണ്ട് നല്ല ആശുപത്രിയിലെത്തിയാലേ രക്ഷപ്പെടുള്ളൂ എന്ന്. ആംബുലൻസും നന്നാവണം, സംവിധാനങ്ങളും ഉണ്ടാകണം, എല്ലാം നന്നായി ഒന്നിനുമേൽ ഒന്ന് മെച്ചമായി നമ്മുടെ ഈ സംവിധാനം കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയും ISMൻ്റെ ഈലാഫും ഇവിടുത്തെ ഈ റിലീഫ് കമ്മിറ്റിയും നല്ല നിലക്ക് പ്രവർത്തിക്കുന്നു എന്നത് സന്തോഷകരമാണ്. അതിന് മേലൊരു സന്തോഷം, നമ്മുടെ പ്രിയങ്കരനായ MP ഇതിൽ പങ്കെടുക്കുകയും അത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു എന്നതാണ്. ബഹുമാനപ്പെട്ട ഷാഫി MP ആയ ശേഷം അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കുന്ന എൻ്റെ ആദ്യത്തെ ഒരു പരിപാടിയുമാണ് എന്നതുകൊണ്ട് എനിക്ക് എൻ്റെ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുന്നു. നേരത്തെ പരിചയവും ഒരുപാട് ബന്ധങ്ങളും ഉണ്ടെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യമായാണ് ഇത് കാണുന്നത്. ഏതായാലും നന്നായി മെച്ചമായി എല്ലാം നല്ല നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളുവരെ അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ എത്തിക്കാതെ ഒരു ജീവനും പൊലിഞ്ഞു പോകരുതെന്ന ദൃഢനിശ്ചയവുമായി ആയഞ്ചേരിക്ക് സ്വന്തമായി ഒരു ആംബുലൻസ് എന്ന ലക്ഷ്യസാക്ഷാത്കാരത്തിനായി ഇറങ്ങിത്തിരിച്ച
ISMന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആയഞ്ചി റിലീഫ് വിങ്ങിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് നിറം ചാർത്തുന്ന ഈ സുന്ദര സായാഹ്നത്തിൽ ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി സഹായിച്ചും പിന്തുണച്ചും ഞങ്ങളോടൊപ്പം നിന്ന സുമനസ്സുകളെ നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് ഈ പദ്ധതി നാടിനായി സമർപ്പിക്കുന്നു. വടകരയുടെ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ വളരെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇത് ഏറ്റുവാങ്ങുന്നു റിലീഫ് വിംഗ് ചെയർമാൻ TP മൊയ്തൂക്ക, കൺവീനർ VK ജൗഹർ. റിലീഫ് വിങ്ങിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് മൊബൈൽ ഫ്രീസറും ഓക്സിജൻ സംവിധാനങ്ങളും ഒക്കെയുള്ള 24/7 എമർജൻസി സർവീസായിട്ട് ഒരു ആംബുലൻസിൻ്റെ സേവനം കൂടി ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അത്തരം ഒരു തീരുമാനമെടുത്തതിനും അത് നടപ്പിലാക്കിയതിനും അതിന് സഹായിച്ചവരും സഹകരിച്ചവരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥനകളോടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിനന്ദനങ്ങളും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇത് ഡോക്ടർ ഹുസൈൻ മടവൂർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നാടിന് വേണ്ടി അനിവാര്യമായും മനുഷ്യൻ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഒരു സൽക്കർമ്മമാണ് എന്നുള്ളത് അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ വരച്ചു വെച്ചത് എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടു. ഇതിൻ്റെ ഗുണഭോക്താക്കളുടെ ജാതി നമുക്ക് പ്രശ്നമല്ല, ഇതിൻ്റെ ഉപകാരപ്പെടുന്ന ആളുകളുടെ മതമോ രാഷ്ട്രീയമോ നമുക്ക് തടസ്സമല്ല. മനുഷ്യൻ്റെ അത്യാവശ്യങ്ങളിലേക്ക് സഹായത്തിൻ്റെ ഒരു കരം കൂടെ നീളുന്നതിൽ ആയഞ്ചേരി ഭാഗവാക്കാവുന്നതിലും ആയഞ്ചേരിയിലെ ജനങ്ങൾക്കും പരിസര പ്രദേശത്തെ ജനങ്ങൾക്കും ഒക്കെ അതിൻ്റെ ഒരു സൗകര്യം വരുമ്പോഴും അത് തീർച്ചയായിട്ടും ഒരു സൽക്കർമ്മം തന്നെയാണ്, ഒരു സൽപ്രവൃത്തി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ വയനാടിൻ്റെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളെല്ലാവിധ വൈരങ്ങളും വിദ്വേഷങ്ങളും ഒക്കെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് അവസാനം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ കണ്ടു. മഴ പെയ്യുന്നുണ്ടോ? അവിടെ ഷീറ്റുണ്ടല്ലേ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. കഴിഞ്ഞ ഓഗസ്റ്റ് 3-ാം തീയതി അവിടെ തിരിച്ചറിയാത്ത 186 മൃതദേഹങ്ങൾ അവർ മൃതദേഹത്തിൻ്റെ അവർ സംസ്കരിച്ചു. അവസാനം സർവമത പ്രാർത്ഥനയാണ്. ആരാണ് സംസ്കരിക്കപ്പെടുന്നത് എന്നുള്ളത് ചെയ്യുന്നവർക്ക് അറിഞ്ഞൂടാ. അവരുടെ ജാതി എന്താണെന്ന് അറിഞ്ഞൂടാ, അവരുടെ വയസ്സെന്താണെന്ന് അറിഞ്ഞൂടാ, അവരുടെ പ്രായം എന്താണെന്ന് പലർക്കും തിരിച്ചറിയാൻ കഴിയില്ല, അവരേത് മതത്തിൽപ്പെട്ടവരാണെന്ന് അറിഞ്ഞൂടാ, അവരേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസികളാരാണെന്ന് അറിഞ്ഞൂടാ, അവരാരുടെ അമ്മയാണ്, ആരുടെ ഉമ്മയാണ്, ആരുടെ മകനാണ്, ആരുടെ പിതാവാണ്, ആരുടെ സഹോദരനാണ്, ആരുടെ സുഹൃത്താണ്, ഒന്നും അവർക്ക് അറിയാത്ത സാഹചര്യം. ഇതൊന്നും അറിയാത്ത 186 മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ, പരിപൂർണമായ മൃതദേഹങ്ങൾ പോലുമല്ല. ചിലതിന് തല മാത്രമേ ഉള്ളൂ, ചിലതിൽ ഉടൽ മാത്രമേ ഉള്ളൂ, ചിലതിൽ കൈ മാത്രമേ ഉള്ളൂ, ചിലതിൽ കാല് മാത്രമേ ഉള്ളൂ, ചിലതിൽ ശരീരഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഓരോന്നും ഒരു മൃതദേഹമായി പരിഗണിച്ച് അവരവിടെ അതിനെ സംസ്കരിക്കുകയാണ്. ആ മൃതദേഹം സംസ്കരിക്കുമ്പോൾ ആളുകളുടെ വിശ്വാസം അറിയാത്തത് കൊണ്ട് അവിടെ സർവമത പ്രാർത്ഥന നടത്തുകയാണ്. അവിടെ മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്, അവിടെ പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അവിടെ ഹൈന്ദവ ആചാരപ്രകാരം അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ചേർത്ത് കണ്ണീരോടെ ആ 186 മൃതദേഹങ്ങൾക്ക് അവസാന യാത്രയപ്പ് നൽകുമ്പോൾ ഈ പറയുന്നതൊന്നും എന്തെങ്കിലും വിരോധമോ വൈരാഗ്യമോ ആരെങ്കിലും ഉള്ളിൽ സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴും ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അതൊന്നും മതം നമ്മളെ പഠിപ്പിക്കുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം വേറൊരു മതത്തെ വെറുക്കുക എന്നതല്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു ഇൻസിഡന്റ് കൂടിയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. സ്വമത സ്നേഹം എന്നുള്ളത് ഇതര മത വിദ്വേഷമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരും ഈ സമൂഹത്തിലുണ്ട്. അവരുടെ ഇടപെടലുകളിൽ ഈ വെറുപ്പും വർഗീയതയും വിദ്വേഷവും തീവ്രവാദവും ഒക്കെ ആളുകളെ ഭിന്നിപ്പിക്കുന്ന പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെല്ലാം അതിജീവിക്കുന്ന ഒന്നാണ് മനുഷ്യന്റെ മനസ്സിൽ തന്നെ ഉള്ള നന്മ. വിദ്വേഷ പ്രചരണങ്ങളും വർഗീയ പ്രചരണങ്ങളും ഭിന്നിപ്പും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവരെ തിരിച്ചറിയേണ്ടത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ആംബുലൻസിന്റെ സർവീസ് പ്രവർത്തനം ആരംഭിക്കുന്നു. അതിന് ജാതിയുണ്ടോ, അതിന് മതമുണ്ടോ, അതിന് ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളുണ്ടോ? അത് ചെയ്യുന്ന മനുഷ്യർ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ആ
ആ ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ വിശ്വാസപരമായി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തരം വേർതിരിവിനും വേണ്ടിയിട്ടല്ല, അവര് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭൗതികമല്ലാത്ത ലക്ഷ്യങ്ങളോടെ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴൊന്നും മുമ്പിൽ നിൽക്കുന്ന ഇതിന്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കിടയിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിത്യജീവിതത്തിൽ നമ്മൾ ഈ വേർതിരിവുകളിലേക്ക് ശ്രമിക്കുന്നത് എന്നുള്ളത് സമൂഹം ചിന്തിക്കണം. അങ്ങനെ സമൂഹത്തെ ഒരുമിപ്പിക്കാൻ ഉതകുന്ന ഒരു പരിപാടിയും ഒരുമിപ്പിക്കാൻ ഉതകുന്ന ഒരു സേവന പ്രവർത്തനവുമാണ് ഇവിടെ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആയഞ്ചേരിയിലെ റിലീഫ് വിങ്ങിന്റെ പേരിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്, അതിയായ അഭിമാനമുണ്ട്. മാത്രമല്ല ആ പ്രദേശങ്ങളിൽ ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വെലങ്ങാടും 100-ലധികം ആളുകൾ ഭവനരഹിതരായി പോയി. അവിടെ മാത്യു മാഷ് എന്ന് പറയുന്ന മനുഷ്യൻ, അയാളുടെ വീട് സുരക്ഷിതമാണ്. ആ സുരക്ഷിതമായ വീട്ടിൽ നിന്ന് അയാൾ രാത്രി പുറത്തിറങ്ങി. കാരണം ഈ വെള്ളം കൂടി വരുന്നു എന്നുള്ളതും മേലെ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നുള്ള വിവരം കിട്ടുകയാണ്. അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകളെ മുഴുവൻ അവിടുന്ന് മാറ്റി നിർത്താൻ വേണ്ടി, വീടുകളിൽ നിന്ന് ഇറക്കി നിർത്താൻ വേണ്ടി മാത്യു മാഷ് രംഗത്ത് വന്നു. അവിടെയുള്ള മുഴുവൻ ആളുകളെയും മാത്യു മാഷും സഹപ്രവർത്തകരും ചേർന്ന് മാറ്റി. വീടുകളിൽ നിന്ന് മാറ്റിയ ശേഷം അവനവന്റെ വീടിന്റെ പ്രദേശത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ വെള്ളം കയറിയപ്പോൾ അവിടെ ഒരു കടമുറിയിൽ കയറി നിന്നു. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്, 3-4 കടമുറികളുണ്ട്, ഒരു വായനശാലയുണ്ട്, നിരവധി വീടുകളുമുണ്ട്. അപ്പൊ അത്ര സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് കയറി നിന്നു. പക്ഷെ വെള്ളം പിന്നെയും കൂടുന്നു. അപ്പൊ അപ്പുറത്തുള്ള 2 ആളുകൾ പറഞ്ഞു, ഞങ്ങളൊരു കയറിട്ട് തരാം, ആ കയറ് പിടിച്ചിട്ട് മാഷും കൂടെ കടന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവർ കയറെടുക്കാൻ തിരിഞ്ഞു. കയറെടുത്തിട്ട് ഇപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ കുരിശുപള്ളി കാണുന്നില്ല, വായനശാല കാണുന്നില്ല, വീടുകൾ കാണുന്നില്ല, മാത്യു മാഷ കാണുന്നില്ല. നിമിഷാർദ്ധം കൊണ്ടെല്ലാം ഒലിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും അദ്ദേഹം മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാളുടെ ജീവനാണ് അതിനുവേണ്ടി ഈ നഷ്ടപ്പെട്ടത്. അപ്പൊ ആലോചിച്ച് നോക്കുക, രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ ആളുകളുടെ ജാതിയും അതൊന്നും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരു മനുഷ്യന് ചെയ്യുന്ന സേവനം എന്നുള്ള നിലക്ക് തന്നെ അയാൾ രംഗത്തിറങ്ങിയത്. ഈ നാടിന്റെ ഐക്യത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. ഈ നാടിന്റെ സ്നേഹവും സാഹോദര്യവും നിലനിർത്താൻ അതിനൊരിക്കലും വിശ്വാസം ഒരു തടസ്സവുമല്ല. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടും ഈ പറയുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഇത്തരം ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അതൊരിക്കൽ കൂടി പറഞ്ഞതുപോലെ നാടിനെ യോജിപ്പിക്കാനുള്ള ഒരു ഇടമാണ്. ഈ ആംബുലൻസ് കരുണ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്നു. ഈ ആംബുലൻസ് എന്റേതാണോ എന്ന് ചോദിച്ചാൽ അല്ല, നജീബിന്റെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഡോക്ടർ ഹുസൈൻ മടവൂരിൻ്റെതാണോ എന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങൾ ഓരോരുത്തരുടേതാണെന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെ ഈ ആംബുലൻസ് ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടേതാണ് എന്നുള്ള ഒരു പൊതുവായ ഉത്തരമാണ് അതിന്റെ ഏറ്റവും ഭംഗിയായ ഉത്തരം. അപ്പൊ നമ്മുടേതെന്ന് വിളിക്കപ്പെടുന്ന ഇടപെടലുകൾ, നമ്മുടേതെന്ന് വിളിക്കാൻ കഴിയാവുന്ന സൗകര്യങ്ങൾ, നമ്മുടേതെന്ന് വിളിക്കാൻ കഴിയാവുന്ന പൊതു ഇടങ്ങൾ അത് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന് സംഘടനയുടെ വ്യത്യാസങ്ങളോ പ്ലാറ്റ്ഫോമുകളോ ഒക്കെ ഉണ്ടെങ്കിലും ആ വ്യത്യാസങ്ങൾക്കെല്ലാം നടുവിൽ എല്ലാവരും അവരാലാവുന്ന കാര്യം ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കും, അതാണ് ഡോക്ടർ പറഞ്ഞു, പൈസ എവിടുന്ന് വരുന്നു ചോദിച്ചാൽ അതങ്ങ് വരും. ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോ യൂസഫ് അലിയെ പോലെ ആയിട്ട് ഒരു ആംബുലൻസ് വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഞാനൊന്ന് രവി പിള്ളയുടെ അത്ര ഒരു സംവിധാനം ഉണ്ടാവട്ടെ എന്നിട്ട് വേണം ഒരു ആംബുലൻസ് നാട്ടിൽ വാങ്ങിക്കൊടുക്കണം തീരുമാനിച്ചാൽ അതൊരിക്കലും വാങ്ങിക്കൊടുക്കലുണ്ടാവില്ല. ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്തവരെ കൊടുത്ത ചരിത്രമുള്ളൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ ഉള്ളതിൽ നിന്ന് കുറച്ച് പൈസ അതിന് മാറ്റിവെക്കാൻ, ഉള്ളതിൽ നിന്ന് അവനവന്റെ ഒരു കാര്യം വേണ്ടെന്ന് വെച്ചിട്ട് അതിന് ചെയ്യാൻ, അങ്ങനെയൊക്കെ ചെയ്ത് പലരും കൂടി ചേർന്നിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംരംഭം, ഒരു സംവിധാനം നമ്മുടെ നാടിന് ഒരുങ്ങുന്നത്. ആളുകൾക്ക് ഇത് ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന പ്രാർത്ഥനയോടെ ആവശ്യം വന്നാൽ അത് ഉപകരിക്കട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചു എല്ലാവർക്കും, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നാടിന്റെ പേരിലുള്ള നന്മയും കൂടെ അറിയിച്ച്, പിന്നെ പ്രിയപ്പെട്ട ഡോക്ടർ ഹുസൈൻ മടവൂരോട് സൂചിപ്പിച്ചതുപോലെ MP ആയ ശേഷം അദ്ദേഹമായിട്ട് പങ്കെടുക്കുന്ന ആദ്യത്തെ ചടങ്ങാണ് എനിക്കും ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു നല്ല ഉദ്യമം കൂടി ആയതിലുള്ള സന്തോഷവും മറച്ചു വെക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആയഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷകരമായ ദിവസമാണ്.
നമ്മുടെ അങ്ങാടിക്ക് ചികിത്സാ രംഗത്തേക്ക് ഒരു പുതിയ സൗകര്യം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനു വേണ്ടി ഈ പ്രദേശത്തെ സ്വമനസ്സുകളായ കുറേ മനുഷ്യരുടെ ഒരു കൂട്ടായ്മ ഒരു ആംബുലൻസ് ആയഞ്ചേരിക്കായി സംഭാവന ചെയ്തിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും വളരെ അടുത്ത കാലത്തായി മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ പ്രദേശത്ത് എന്തൊക്കെയാണ് പോരായ്മകളുള്ളത് എന്ന് ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരു ആംബുലൻസിൻ്റെ അപര്യാപ്തത ആയഞ്ചേരിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യമാണ് എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൂട്ടായ്മയുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിനും ഒരു ആംബുലൻസ് ലഭ്യമായത്. വളരെയേറെ നന്ദിയുണ്ട് ഈ കൂട്ടായ്മയോട്. ഇന്നത്തെ ഘട്ടത്തിൽ ഒരു അങ്ങാടിക്ക് അത്യാവശ്യമായ ഒരു സംഗതി കണ്ടെത്തി നിർവഹിക്കാൻ കഴിഞ്ഞ ഈ ആയഞ്ചേരി യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകന്മാരോട് ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഈ സായനത്തിൽ വളരെ സന്തോഷം നിറഞ്ഞൊരു സായനത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ അനുദിനം വളർന്നു വരുന്ന ആയഞ്ചേരി എന്ന പ്രധാനപ്പെട്ട സംരംഭത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട MP തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആയഞ്ചേരി സ്വന്തമായൊരു ആംബുലൻസ് ഉണ്ടാവുക എന്നത് തന്നെ വളരെ നല്ല ഒരു കാര്യമാണ്. അതിനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MP അതിൻ്റെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് തിരിച്ചു പോയിരിക്കുന്നത്. ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. ഇണക്കം എന്ന പേരിലാണ് ഈലാഫ് എന്ന് അറിയപ്പെടുന്നത്. അതിനെ ഒന്ന് രണ്ട് വാക്കുകളിൽ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കോവിഡ് കാലത്ത് നമുക്കറിയാം, ആരാരുമില്ലാത്ത മൃതദേഹങ്ങളെ മയ്യത്തുകളെയൊക്കെ സംസ്കരിച്ചുകൊണ്ട് അവരിലേക്ക് കുടുംബങ്ങളിലേക്ക് സ്വാതന്ത്ര്യമേകാൻ വേണ്ടി ഈലാഫിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ പ്രകൃതിക്ഷോഭ സമയത്ത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. രോഗികൾക്ക് ആവശ്യമായ ബ്ലഡ് ഡൊണേഷൻ സംവിധാനങ്ങൾ ഒരുക്കി വരുന്നു. അതേപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ജില്ലയിലും മണ്ഡലത്തിലും ശാഖയിലും സംസ്ഥാനത്തുടനീളം വ്യത്യസ്തമായ രീതിയിൽ നടത്തി വരികയാണ്. റമദാൻ റിലീഫ് പ്രവർത്തനങ്ങൾ, അതേപോലെ മെഡിക്കൽ എയ്ഡ്സ് സംവിധാനമായിട്ടുള്ള വിതരണങ്ങൾ, പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും ശുചീകരിച്ച് നൽകുക. അതേപോലെ KJU ജമിയത്തുൽ ഉലമയുടെ ആഹ്വാനപ്രകാരം മാസപ്പിറവി ദർശനം നടത്തുക. അതേപോലെ MGM ഞങ്ങളുടെ വനിതാ വിഭാഗമായ MGM പ്രത്യേകം ഊന്നൽ നൽകുന്ന വിധവകൾക്ക്, അതേപോലെ കിടപ്പ് രോഗികൾക്ക് മരുന്നും ഭക്ഷ്യവിഭവങ്ങളും അവരിലേക്ക് എത്തിക്കുന്ന റേഷൻ സംവിധാനങ്ങൾ, അതേപോലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും അവർക്ക് തുടർ പഠനത്തിനുള്ള സഹായങ്ങൾ ഒരുക്കി നൽകുന്ന പ്രവർത്തനങ്ങൾ, അതേപോലെ ആദർശ പ്രസ്ഥാനത്തിന് എന്നും വളണ്ടിയർ സേവനം നൽകി വരുന്ന പദ്ധതികൾ, കുറ്റ്യാടി കണ്ടത്തിൽ ഹോട്ടലിൽ തുടങ്ങിവെച്ച പാവപ്പെട്ടവർക്ക് വിശപ്പ് രഹിത കേരള പദ്ധതിയുടെ ഭാഗമായി പാവപ്പെട്ട അത്തരം പ്രയാസം അനുഭവിക്കുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി, അതേപോലെ സഹോദരിമാർക്ക് തയ്യൽ മെഷീൻ ഉൾപ്പെടെ നൽകിക്കൊണ്ട് സ്വയം പര്യാപ്തത, അവർക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള കൈത്താങ്, ഈ രീതിയിലൊക്കെ ഇലാഫിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഏറ്റവും അവസാനമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വയനാട് ജില്ലയിലെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് ആ പ്രദേശത്തേക്ക് സന്നദ്ധ സേവനവുമായി 4 ഘട്ടങ്ങളിലായി കോഴിക്കോട് നോർത്ത് ജില്ലയിലെ 30ഓളം അടങ്ങിയ അംഗങ്ങൾ ഓരോ സമയത്തായി അവിടെ അതിൽ ഭാഗമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേപോലെ പ്രത്യേകം ഞങ്ങളുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ വിങ്ങാണ് ഇതിനൊക്കെ നേതൃത്വം നൽകി വരുന്നത്. വനിതാ വിങ്ങും അവരുടേതായ ദൗത്യങ്ങൾ നിർവഹിച്ചു വരുന്നു. ചൂരൽമലയിൽ ദൗത്യ നിർവഹത്തോടൊപ്പം തന്നെ അവിടെ ഭക്ഷ്യവിഭവങ്ങൾ പാക്ക് ചെയ്യുന്ന പുനരധിവാസ പ്രക്രിയയിലും സഹോദരിമാർ ഈ വിങ് അവിടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. ഈ ആയഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒത്തൊരുമയോടുകൂടി മതസൗഹാർദ്ദത്തോടുകൂടി ജാതി മത അതല്ലെങ്കിൽ ജാതി രാഷ്ട്രീയ ഭേദത്തിന് അതീതമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുള്ള നല്ല മനോഹരമായ ഒരു നാടായിട്ടാണ് ഈ ആയഞ്ചേരി അറിയപ്പെടുന്നത്. വളരെ മാതൃകാപരമായിട്ട് റിലീഫ് പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയതിൻ്റെ തുടർ പ്രക്രിയ എന്നുള്ള നിലക്ക് ഇവിടെ രൂപം കൊള്ളുന്ന കരുണ ചാരിറ്റബിൾ ട്രസ്റ്റും അതിന് ചേർന്ന് നിന്ന് തന്നെ ഇതുവരെ പ്രവർത്തിച്ച് 2 പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന ആയഞ്ചേരി റിലീഫ്
റിലീഫ് വിങ്ങും അതിനോടൊപ്പം തന്നെ ചേർന്ന് ഈലാഫിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും മുമ്പോട്ട് നിങ്ങൾക്ക് നാട്ടുകാർ ഇതിനെ കൂടെ നിൽക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാ സഹകരണവും മുമ്പോട്ട് ഉണ്ടാകുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ISM കോഴിക്കോട് നോർത്ത് ജില്ലയുടെ ഈലാഫ് വിങ് MGM-ൻ്റെയും ISM ഈലാഫ് വിങ്ങിൻ്റെയും എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നൽകി നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഒരായിരം അഭിവാദനങ്ങൾ നേരുകയാണ്. ഇവിടെ സംസാരിച്ചതുപോലെ ഒട്ടേറെ തിരക്കുകൾക്കിടയിലും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ കാര്യങ്ങളിൽ തൽപരരായ ഒരു പറ്റം യുവാക്കളുടെയും മുതിർന്നവരുടെയും ഒക്കെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് ഇവിടെ ഇപ്പോൾ സഫലീകരിച്ചിരിക്കുന്നത്. പലരും സൂചിപ്പിച്ചതുപോലെ കേവലം ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വിശ്വാസവും മതപരമായ കാഴ്ചപ്പാടുകളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആതുര സേവന രംഗത്തും അതുപോലെ അഗതികളെയും പാവപ്പെട്ടവരെയും കൈപിടിച്ച് അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു വിശ്വാസ ആദർശത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരേറെയും. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം വരും കാലങ്ങളിൽ ഈ സംരംഭത്തിന് ഇവരുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു നാടിൻ്റെ മൊത്തം സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു, നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. ആയഞ്ചേരിയിൽ ആദ്യമായി ഒരു ആംബുലൻസ് ലഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ആയഞ്ചേരി റിലീഫ് വിങ്ങും അതുപോലെ തന്നെ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും കൂടിയാണ് ആ ആംബുലൻസ് സമർപ്പിച്ചിട്ടുള്ളത്. ആയഞ്ചേരി പ്രത്യേകിച്ച് ഇപ്പോൾ വികസിച്ചു വരുന്ന പ്രത്യേകിച്ച് ആരോഗ്യ രംഗത്ത് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുന്ന ഒരു ഇടത്തരം നഗരമാണ്. നമുക്കറിയാം മുമ്പ് കാലത്ത് ചികിത്സാ രംഗത്തൊക്കെ വളരെ പിന്നിലായിരുന്നു. ഇപ്പോൾ നല്ല സൗകര്യമുള്ള ചികിത്സ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാൻ മുന്നിൽ നിന്നിട്ടുള്ള KNM-ൻ്റെയും അതുപോലെ തന്നെ ISM-ൻ്റെയും ഒക്കെ സംഘാടകരെയും അവരിൽ പലരും എൻ്റെ സഹോദരന്മാരെ പോലെ ഞാൻ അത്രയും ഇടപെടുന്ന വ്യക്തിത്വങ്ങളാണ്. ആ രീതിയിൽ അവരുടെ സേവന പ്രവർത്തനങ്ങളെ നമുക്ക് ശ്ലാഘിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതപരമായോ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തകൾക്ക് അതീതമായിട്ട് KNM-ൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ മടവൂർ സൂചിപ്പിച്ചതുപോലെ ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കാനായ ആണ് സർവശക്തൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ ശാശ്വതമായിട്ട് നമുക്കുള്ളത് ഈശ്വര ചിന്തയാണ്, അല്ലാത്തതൊന്നുമില്ല. നമുക്കതാണ് നമ്മുടെ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സദുദ്യമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഞാൻ കുറേയേറെ ദശകങ്ങൾക്ക് മുമ്പുള്ള ആയഞ്ചേരിയെ ഒരു വേള ഓർമ്മിച്ചു പോയി. നാം ഈ നിന്ന് സംസാരിക്കുന്ന സ്ഥലമുൾപ്പെടെ ഒന്നോ രണ്ടോ കടകളൊഴിച്ച് ബാക്കി എല്ലായിടവും നെൽപ്പാടങ്ങളായിരുന്നു. ഈ ടൗണിൻ്റെ 95% നെൽപ്പാടങ്ങളായിരുന്നു. ഞാനൊരു കഥ പറയുകയാണ്. അന്ന് ഈ പാടവരമ്പത്തുകൂടി പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്ന അവസരത്തിൽ ഒരുപാട് നടന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അന്നൊന്നും നമുക്കിങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നു. ഇന്ന് കാലഗതി ഒരുപാട് മാറി എന്ന് മാത്രമല്ല, ജനങ്ങളുടെ മനസ്സുകളിൽ ഒരു സേവന മനോഭാവത്തിൻ്റെ ചിന്ത
തളിരിട്ടു, അത് പടർന്ന് പന്തലിച്ചു. അതിൻ്റെ ദൃഷ്ടാന്തമാണ് നാം ഇന്ന് ഇവിടെ ദർശിച്ചത്. ഇത് ഒരുപാട് സുമനസ്സുകളുടെ സൗമ്യ ദീപ്തമായ ഒരു ഉപഹാരമാണ്. ഈ ഉപഹാരം ആയഞ്ചേരിയിലെ ജനങ്ങൾക്കും മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പോലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന, മറ്റൊന്നിനോടും ഉപമിക്കാൻ കഴിയാത്തത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഉപഹാരമായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ്. ഇത് അഭംഗുരം ഇവിടുത്തെ ജനസഞ്ചയത്തിന് ഉപകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നമ്മുടെ ആയഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം, ആയഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദിവസമാണ്. കാരണം നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ ആയഞ്ചേരിയിൽ സന്ധ്യയായി കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്ന ഡോക്ടർമാരും അതുപോലെ ഹെൽത്ത് സെൻ്ററൊന്നും ഇല്ലാതെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചികിത്സയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ആസ്പത്രി, താൽക്കാലിക സംവിധാനം നമുക്ക് വളരെ വൈകിയാണെങ്കിലും സ്വകാര്യ മേഖലയിലെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് ആശ്വസിക്കാവുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ ആസ്പത്രിയിൽ കൊണ്ടുവരുന്ന രോഗികളെ നമ്മൾ പെട്ടെന്ന് കാറിലും മറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വളരെ സീരിയസ് ആണ്, പെട്ടെന്ന് കോഴിക്കോട് എത്തിക്കണം എന്ന് പറയുമ്പോൾ ഒരു ആംബുലൻസ് ഇല്ലാത്ത പ്രയാസങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യം ഇന്ന് വരെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഏതായിരുന്നാലും നമ്മുടെ ആയഞ്ചേരി റിലീഫ് വിങ്ങിൻ്റെയും അതുപോലെ കരുണ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പ്രവർത്തകന്മാരുടെ ശ്രമഫലമായി ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഒരു ആംബുലൻസ് നമുക്ക് സാധ്യമാക്കിയിരിക്കുകയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇതിനു വേണ്ടി മുന്നോട്ട് വന്ന ഇതിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും പ്രവർത്തകന്മാരെയും ഇതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ നേതാക്കന്മാരെയും 1000 വട്ടം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് സർവ്വവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. വളരെ മഹത്തായ ഒരുപാട് പദ്ധതികൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഉദ്ഘാടനം ഇന്ന് ചെയ്യപ്പെട്ടു ഔദ്യോഗികമായിട്ടുള്ളൂ. 10-20 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ്. കൂടുതലൊന്നും പറയുന്നില്ല. വളരെ അത്ഭുതത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കണ്ടത്. കാരണം ഞാനിവിടെ ആയഞ്ചേരിയിൽ ഇല്ലെങ്കിലും എൻ്റെ മനസ്സെപ്പോഴും ആയഞ്ചേരി ഉണ്ടാവാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ജമാൽ ഡോക്ടറും ടീമും എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. ഇങ്ങനെ ഒരു സംരംഭത്തിന് മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അവരുടെ ആ ആത്മധൈര്യത്തെ വല്ലാത്തൊരു ഇഷ്ടത്തോടു കൂടിയാണ് കണ്ടത്. കാരണം നേരത്തെ ബഹുമാനപ്പെട്ട ഷാഫി MP പറഞ്ഞതുപോലെ ഒരു യൂസുഫ് അലിയോ പിന്നെ രവിപ്പിള്ളയോ വിചാരിച്ചാൽ നടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അവരടുത്തൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും കയ്യൊപ്പ് ഇതിലുണ്ട്. ഒരുപാട് ആൾക്കാർ, ഒരാളോ രണ്ടാളോ അല്ല, ഇങ്ങനെ ഒരു കാര്യത്തിന് ധൈര്യപൂർവ്വം ഇറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ ടീം അംഗങ്ങളെ ഞാൻ വളരെ ഇഷ്ടത്തോടെ അവർക്ക് പിന്നെ പ്രാർത്ഥനകൾ നേരുകയാണ്. എൻ്റെ കൂട്ടത്തിൽ പറയട്ടെ, നേരത്തെ എനിക്കൊരു ആദരവ് തന്നു. ഞാൻ നേരത്തെ എന്നെ ഇങ്ങനൊരു ആദരവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജമാൽ ഡോക്ടറാണ് എന്നോട് ആദ്യം പറഞ്ഞു, മാഷേ ഡോക്ടർ അതൊന്നും വേണ്ട, നമ്മൾ എല്ലാം ഒന്നാണ്, ഞാനൊരു വേർവിട്ട ആളല്ല, എനിക്കൊരു ആദരവൊന്നും ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെയും നിർബന്ധിച്ചപ്പോൾ പിന്നെ സ്നേഹത്തിന് മുന്നിൽ നമുക്ക് കീഴടങ്ങാമല്ലോ. അപ്പോൾ അണ്ണാറക്കണ്ണനും തന്നാരായെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ ഒരുപാടൊന്നും ചെയ്യുന്നില്ല. ഒറ്റയ്ക്ക് ചെയ്യുന്നതുമല്ല. ഞാൻ എന്തെങ്കിലും ബ്ലഡിൻ്റെ കാര്യങ്ങളോ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ മാത്രം അതിന് ഒരു ആദരവിന് അർഹരല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ആംബുലൻസ് ഇറക്കുകയും ഇതുപോലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ആയഞ്ചേരിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരൊക്കെ ആയഞ്ചേരിയിലുണ്ട്. ഒരുപാട് പേരുണ്ട് ആദരിക്കേണ്ടവർ. എന്നാലും ഞാനത് സ്നേഹപൂർവ്വം സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആൾക്കാർ ഇവിടെ പോയിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഹന്നത്ത് എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ, ഒരു പാർക്കിൻസൺ രോഗിയായ ടീച്ചർക്ക് ഒരു ഓപ്പറേഷൻ വേണ്ട കേസിൻ്റെ ഇത് വന്നിട്ടുണ്ട് നമ്മളൊക്കെ മുന്നിൽ. ഞാൻ അധികം പേരെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രിയപ്പെട്ട റഷീദിൻ്റെ ഭാര്യയാണ്. 21 ലക്ഷം രൂപ വേണം
ഒപ്പമാണ് അതിന് ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും, ഞാനത് കൂടുതൽ പറയുന്നത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ പോസ്റ്ററുകളൊക്കെ. അപ്പം അതിന് വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ സ്നേഹത്തിന് മുന്നിൽ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷൻ, ഞങ്ങളുടെ മാർഗദർശിയും ട്രസ്റ്റിൻ്റെ ചെയർമാനും ഉപദേശിയുമായ PP അബ്ദുറഹ്മാൻ മാസ്റ്റർ, റിലീഫിങ്ങിൻ്റെ ചെയർമാൻ TP മൊയ്തു ഹാജി, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ആയഞ്ചേരിയുടെ ആതുര സേവന മേഖലയിൽ ആയഞ്ചേരിക്ക് ആവശ്യവും അത്യാവശ്യവുമായ ആംബുലൻസ് ആയഞ്ചേരിക്കാർക്ക് സ്വന്തമായി ലഭിച്ച ഒരു സുമോഹന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരു വാഹനമാവുക, ഒപ്പം അതൊരു ആംബുലൻസ് ആവുക, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ, അതിൻ്റെ തുടർ ചലനങ്ങൾ വളരെ പ്രയാസകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങളിത് ഏറ്റെടുത്തത് ആയഞ്ചേരിക്കാർക്ക് അത്യാവശ്യവും ആതുര സേവന മേഖലയിൽ വളരെ അത്യന്താപേക്ഷിതവുമായി എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും തുടർ സേവനങ്ങളും ഇതിനുണ്ടാവണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വലിയ സന്തോഷം, ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയപ്പോൾ എല്ലാ ആളുകളും, എല്ലാ വിഭാഗം ആളുകളും മനസാ വാച കർമ്മണ സഹായിച്ചിട്ടുണ്ട്. ഈ സഹായവും സഹകരണവും ഞങ്ങളെപ്പോഴും നന്ദിയോടെ സ്മരിക്കുന്നതാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു സന്തോഷം കൂടി, ഞങ്ങൾ ക്ഷണിച്ച അതിഥികളെല്ലാവരും തന്നെ, അതുപോലെ നമ്മുടെ നാട്ടുകാരെല്ലാവരും തന്നെ അവരുടെയൊക്കെ പരിപാടികളൊക്കെ റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തിനുള്ള അംഗീകാരവും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവുമാണ്. സർവശക്തനായ അള്ളാഹുവിന് ആ കാര്യത്തിൽ സ്തുതി നൽകുകയാണ്. എല്ലാവർക്കും നന്ദിയും അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത, ഫ്ലാഗ് ഓഫ് ചെയ്ത ബഹുമാന്യനായ വടകരയുടെ MP ഷാഫി സാറിന് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നന്ദി പറയുകയാണ്. ഈ യോഗ നടപടികൾ നിയന്ത്രിച്ച നമ്മുടെ ചെയർമാൻ PP അബ്ദുറഹ്മാൻ മാസ്റ്റർ, സ്വാഗതം ആശംസിച്ച നജീബ് മാസ്റ്റർ, ആമുഖ ഭാഷണം നടത്തിയ നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ജമാൽ ഡോക്ടർ എന്നിവർക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വളരെ പ്രയാസങ്ങൾക്കൊടുവിൽ ഒരുപാട് പരിപാടികൾ റീഷെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ബഹുമാന്യനായ കുറ്റിയാടിയുടെ MLA ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനും അതേപോലെ തന്നെ ബഹുമാന്യനായ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ, പാറക്കൽ അബ്ദുല്ല സാഹിബ്, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് N അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഇവരോടൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച TV കുഞ്ഞിരാമൻ മാസ്റ്റർ, PM ലതിക, നജ്മുന്നിസ, പ്രത്യേക സാഹചര്യത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന നമ്മുടെ മഹല്ല് സെക്രട്ടറി ജമാൽ മാസ്റ്റർ, ഷാനവാസ് കൂനൂർ, ഫൈസൽ PK, നമ്മുടെ ചെയർമാൻ TP മൊയ്തു ഹാജി എന്നിവരോടും നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വ്യാപാരി, വ്യവസായി പ്രതിനിധികളായ നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള, കണ്ണോത്ത് ദാമോദരൻ, സോമൻ, കിളിയമ്മൽ കുഞ്ഞബ്ദുള്ള, TV ഭരതൻ മാസ്റ്റർ, CV കുഞ്ഞിരാമൻ മാസ്റ്റർ, CH ഹമീദ് മാസ്റ്റർ, M ഇബ്രാഹിം മാസ്റ്റർ, കുനിയിൽ മോഹനൻ, TV അഹമ്മദ് ഹാജി, O മുത്തുത്തങ്ങൾ, റസാഖ് മാസ്റ്റർ, മൻസൂർ ഇടവലത്ത്, ബാബു ആമേരി, അനിൽ ആയഞ്ചേരി, മൊയ്തീൻ നന്ദോത്ത്, KV അബൂബക്കർ ഹാജി തുടങ്ങിയവരോടുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുകയാണ്. ഒപ്പം ആതുര സേവന മേഖലയിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മളുടെ ആദരവ്, നമ്മളിൽ ഒരാളായി നമ്മുടെ മുഖ്യ ഉപദേശകനായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന നാസർ മാഷോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഈ ചടങ്ങുകൾ വളരെ
വളരെ ഭംഗിയായി നിർവഹിച്ചത് ഇവിടെ കൂടിയിരുന്ന ആളുകളുടെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യമായി എത്തിച്ചേർന്ന പ്രത്യക്ഷമായും പരോക്ഷമായും ഈ പരിപാടികൾ വീക്ഷിച്ച എല്ലാ ആളുകളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ ഉദ്യമവുമായി സമീപിച്ചപ്പോൾ ഒരുപാട് സുമനസ്സുകൾ കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചവർ വീണ്ടും സഹായിച്ചു. അതേപോലെ തന്നെ അവരുടെ ഉപദേശങ്ങൾ നമുക്ക് നൽകി. അതിനെ എല്ലാ തരത്തിലുള്ള പ്രാക്ടിക്കലായും പ്രായോഗികമായും ഏതൊക്കെ തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ഉപദേശം നൽകിയ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെയൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പരിപാടിയിൽ ആരെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് ശബ്ദവും വെളിച്ചവും ഒക്കെ നൽകിയ PPS സൗണ്ട്സ്, അതുപോലെ തന്നെ ലിഗേഷ് സൗണ്ട് സർവീസ്, റിതം സൗണ്ട് സർവീസ്, അബ്ദു എന്നിവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിശാലമായ സൗകര്യം നമുക്ക് അനുവദിച്ചു തന്ന ഈ സ്ഥലമുടമകൾ മണിയോത്ത് കുഞ്ഞമതുക്ക, ആനാണ്ടി മുഹമ്മദ് യൂനിസ് തുടങ്ങിയവർ നമുക്ക് ഈ സൗകര്യം എന്ത് സൗകര്യം വേണം ഉപയോഗിക്കുന്ന തരത്തിൽ അദ്ദേഹം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അവർക്ക് നന്ദി പ്രയോഗിക്കുകയാണ്. ഈ പരിപാടിയുടെ കോർഡിനേഷൻ വർക്ക് നിർവഹിച്ച പ്രിയപ്പെട്ട TP ജാഫറിനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.